ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെയും ഇയാളുടെ സോഷ്യൽ മീഡിയ സാമ്രാജ്യത്തെയും പൂട്ടാൻ പോലീസ് വലവിരിച്ചതോടെ അങ്കലാപ്പിലായി ഫാൻസ് കൂട്ടങ്ങൾ. അർജുൻ ആയങ്കിയുമായി ഫോണിലൂടെയും അല്ലാതെയും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന 30ഓളം പേരെ പത്തനംതിട്ട ജില്ലയിൽ മാത്രം പോലീസ് തിരിച്ചറിഞ്ഞു. ഇതിനു പുറമെ ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ലൈക്ക് അടിച്ചവരും ആവേശം മൂത്ത് കമന്റുകൾ ഇട്ടവരും ഇപ്പോൾ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ്. കൊള്ളാമണ്ണ, ധൈര്യമായി മുന്നോട്ടു പോകൂ, ഞങ്ങൾ ഒപ്പമുണ്ട് അണ്ണ എന്നൊക്കെ പോസ്റ്റുകൾക്ക് താഴെ കമന്റ് ഇട്ട ചെറുപ്പക്കാരാണ് പോലീസിന്റെ നീക്കം കണ്ടതോടെ പണി പാളിയെന്ന് മനസ്സിലാക്കി ഇട്ട ലൈക്കുകളും കമന്റുകളും തെരഞ്ഞുപിടിച്ച് അൺലൈക്ക് ചെയ്യുന്ന തിരക്കിലായിരിക്കുന്നത്. സൈബർ പോലീസിന്റെ സഹായത്തോടെ അർജുൻ ആയങ്കിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിച്ച ശേഷമാണ് പോലീസിന്റെ ഈ അടിയന്തര നടപടി. അർജുൻ ആയങ്കിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നവരുടെ വാട്സപ്പ് സന്ദേശങ്ങൾ, വാട്സപ്പ് കോളുകൾ, ഫേസ്ബുക്കിലെ ലൈക്കുകളും കമന്റുകളും അടക്കം സകല ഡിജിറ്റൽ തെളിവുകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കുപ്രസിദ്ധ കുറ്റവാളിയുമായി ബന്ധം പുലർത്തുന്നവർക്കും ഇയാളെ സോഷ്യൽ മീഡിയയിലൂടെ വീരനായകനായി ചിത്രീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ശക്തമായ മുന്നറിയിപ്പാണ് പോലീസ് ഇതിലൂടെ നൽകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി കേന്ദ്രീകരിച്ച് അർജുൻ ആയങ്കി താവളമടിച്ചിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻപ് പ്രദേശത്ത് പോലീസ് വലിയ പരിശോധന നടത്തിയത്. മല്ലപ്പള്ളി കാട്ടാമലയിൽ മണിക്കൂറുകളോളമാണ് പോലീസ് പരിശോധന നടത്തിയത്. ശനിയാഴ്ച രാത്രി പരിശോധന നടത്തി മടങ്ങിയ പോലീസ് അർദ്ധരാത്രിയോടെ വീണ്ടും എത്തി ഞായറാഴ്ച പുലർച്ചെ വരെ വിപുലമായ പരിശോധന തുടർന്നു. എന്നാൽ മല്ലപ്പള്ളി കാട്ടാമലയിൽ മാത്രം ഇത്രയധികം സമയം പോലീസ് പരിശോധന നടത്താനുള്ള യഥാർത്ഥ കാരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. പ്രദേശത്ത് പോലീസ് അനാവശ്യമായി ആളുകളെ ഉപദ്രവിച്ചുവെന്ന് ആരോപിച്ച് പ്രാദേശിക CPM നേതൃത്വം രംഗത്ത് വന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാനുള്ള ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായുള്ള സാധാരണ പരിശോധന മാത്രമാണ് നടന്നതെന്നാണ് സംഭവത്തിൽ പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. കണ്ണൂരിൽ വെച്ച് ഞായറാഴ്ച പുലർച്ചെയാണ് നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലാകുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ ഒളിവിൽ കഴിയുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു. നിയമ സംവിധാനത്തെ പോലും പരിഹസിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും പോസ്റ്റുകളുമാണ് ഇയാൾ നിരന്തരം പങ്കുവച്ചിരുന്നത്. ആഭ്യന്തര വകുപ്പിനും പോലീസിനും വലിയ തലവേദനയായി മാറിയതോടെയാണ് ആയങ്കിക്കെതിരെ പോലീസ് വലമുറുക്കിയത്. ഒളിവിൽ കഴിയാൻ ഇയാൾക്ക് സഹായം നൽകിയവരെയും ഇയാളുടെ ലഹരി സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളെയും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. കണ്ണൂരിൽ വെച്ച് അറസ്റ്റിലായതിനു പിന്നാലെ അർജുൻ ആയങ്കിയുടെ മുൻകാല ഡിജിറ്റൽ ഇടപാടുകളും ഫോൺ കോളുകളും പോലീസ് വിശദമായി അരിച്ചുപെറുക്കി. ഈ അന്വേഷണത്തിലാണ് പത്തനംതിട്ടയിൽ നിന്നടക്കം നിരവധി യുവാക്കൾ ഇയാളുമായി നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും സമ്പർക്കം പുലർത്തിയിരുന്നതായി കണ്ടെത്തിയത്.